ആത്മഹത്യ അരുത്. ഞാനിത് രണ്ടാമത്തെ തവണയാണ് ഈ ടോപ്പിക്ക് ഇടുന്നത്. കാരണം നമ്മൾ മുന്നിൽ ആവശ്യം അനാവശ്യം എന്ന് പറഞ്ഞിട്ട് ആവശ്യങ്ങൾക്കും ആരും ആത്മഹത്യ ചെയ്യില്ല. പക്ഷേ ചെറിയ കാര്യങ്ങൾക്ക് വരെ ഈ സൂയിസൈഡ് ചെയ്യുന്നതെന്ന് കാണുമ്പോൾ അത് രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടി വരിക. അപ്പം ഞാൻ കരുതലേ, ഞാനൊരു രണ്ടാമത്തെ തവണ റിപ്പീറ്റ് ചെയ്തിടുമ്പം ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരപ്പെടാൻ പറ്റിയെങ്കിൽ എന്ന് ആലോചിച്ചാണ് ഞാൻ രണ്ടാമതും സബ്ജക്റ്റ് പിന്നെയും വേറെ സബ്ജക്റ്റ് എടുത്ത് ഞാൻ ഓഡിയോ ഇടുന്നത്. ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകാരമാകട്ടെ എന്ന്. അതിൽ ആത്മഹത്യ അരുത് എന്ന് പറയുമ്പം ഞാൻ പോസ്റ്ററിൽ തന്നെ ഇട്ടിട്ടുണ്ട്, എത്ര വലിയ വിഷമമായാലും അത് അവസാനമല്ല എന്ന്. ശരിയാണ്, നമുക്കൊരു വലിയ പ്രശ്നം വന്നാൽ നമ്മളെ മുന്നിൽ ഇങ്ങനെ ഇരുട്ട് കയറിയ പോലെ ഉണ്ടാവും, എല്ലാം ബ്ലാങ്കായിട്ട്. ഇനി എന്നാ ജീവിതത്തിലേക്ക് മുന്നോട്ട് എന്ന് ചിന്തിക്കും. അത് നമുക്ക് കുറച്ച് ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ ഒക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ ഒരു ചിന്ത, ഒരു ചെറിയ കാര്യം തന്നെ ടെൻഷൻ അടിച്ചിട്ട് നമ്മളൊരു രാത്രി ഉറങ്ങി പിറ്റേന്ന് എഴുന്നേൽക്കുമ്പം ആ ചിന്തക്ക് നമ്മൾ തലേന്ന് അനുഭവിച്ച ആ ഒരു ഫീല് അത്ര ഉണ്ടാവില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ടാവില്ല. അതാണ് നമ്മുടെ ബ്രെയിൻ. അതിൻ്റെ ഡെപ്തൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും. നമുക്കൊന്ന് കാമായിട്ട് ആ പ്രശ്നത്തെ എടുക്കാൻ നമുക്ക് പറ്റും. അതെപ്പോഴും അങ്ങനെയാണ്, ശ്രദ്ധിച്ചാൽ മതി. ഒരു ചെറിയൊരു പ്രശ്നം വന്നാൽ പോലും പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുമ്പം അതൊരു ചെറുത് എന്നല്ല, പറ്റുമെന്നെ കൊണ്ട് എന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കും. അതുപോലെ തന്നെയാണ് ഒരു കാര്യം വരുമ്പം സൂയിസൈഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിന്തിക്കുന്നത്. ഒരു പെണ്ണ് സ്നേഹിച്ച പെണ്ണ് പോയതിന്, അല്ലെങ്കിൽ സ്നേഹിച്ച ചെക്കൻ പോയതിന്, ഇതാണ് ഏറ്റവും ചിരി വരിക എന്ന് പറയുന്ന കാര്യം. ഈ സ്നേഹിച്ച ചെക്കനും സ്നേഹിച്ച പെണ്ണും എന്നൊക്കെ പറയുന്നത് നമ്മളെ പ്രായത്തിലുള്ള ഒരു പക്വതയില്ലായ്മയാണ്. പോണവർ പോട്ടെ എന്ന് ചിന്തിക്കണം. നമ്മൾക്കൊരു ജീവിതമുണ്ട്. അവരെ പോയിട്ട് അവർ ജീവിക്കല്ലേ ചെയ്യുന്നത്. നിങ്ങളെപ്പോലെ സൂയിസൈഡ് ചെയ്യുകയാണോ ചെയ്യുന്നത്? അല്ല, അവർ പോയി അവരെ നല്ല ജീവിതം തിരഞ്ഞെടുക്കുന്നു. നിങ്ങളെന്ത് ചെയ്യുന്നു? നിങ്ങൾ സൂയിസൈഡ് അങ്ങോട്ട് തീരുമാനിക്കുക. ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി? അത് ആരും ചിന്തിക്കില്ല. ഞാൻ സൂയിസൈഡ് ചെയ്തിട്ട് എൻ്റെ ആൾക്കാർക്ക് നഷ്ടം എന്നല്ലാതെ പോയിക്കഴിഞ്ഞവൾക്കോ പോയി കളഞ്ഞ് അവനോ ഒരിക്കലും ഒരിതും കിട്ടാനില്ല. ജീവിച്ച് കാണിച്ചു കൊടുക്കുക എന്നേ ഉള്ളൂ. ഞാൻ പോസ്റ്ററിൽ എഴുതാക്കിയതുപോലെ ഒരു നിമിഷം കൂടി പിടിച്ചു നിൽക്കുക, ഒരാളോട് സംസാരിക്കുക. ഒരാളോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളും ചിന്തിക്കും, ഈ ഒരാളാര് നമ്മളെ വിഷമം അതേപോലെ എടുക്കുന്നത് എന്ന് ചിന്തിക്കും. ചിലപ്പോൾ ആരും ഉണ്ടാവില്ല. അതിനാണ് ഒരു സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ അടുത്തെവിടെയും പോണ്ട, ദൂരെ എവിടെയെങ്കിലും പോയി ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ വിഷമങ്ങൾ തുറന്നു പറഞ്ഞാൽ അതവിടെ തീരും. ഇന്ന് നമ്മളെ ടെക്നോളജി നമ്മളെ കൂടെ ഉണ്ട്. അപ്പം ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടെത്താനൊന്നും വലിയ പാടൊന്നുമല്ല, വേറെ ഏതെങ്കിലും ജില്ലയിലോ അങ്ങനെയോ പോയിട്ട്. പിന്നെ ഗവൺമെൻറ്റിൻ്റേതായ തന്നെ സൈക്കോളജിസ്റ്റുമാരുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും എല്ലാം ഉണ്ട്. ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. അവർ പോലും നമ്മളെ അറിയുന്നില്ല, നമ്മൾ ആരാണെന്ന്. പിന്നെ എന്തേ അവിടെ പോയി പറയുന്നതിന്? ആരും അറിയുന്നില്ല. എല്ലാവരും അറിയുന്നത് എന്താ? വിഷമങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് സൂയിസൈഡ് വേണ്ട. നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് തന്നെ വിലപ്പെട്ടതാണ്. പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ട്, പ്രതീക്ഷയുമുണ്ട്. നമ്മളിങ്ങനെ വിചാരിക്കല്ലേ
പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരമില്ല എന്ന് അത് വെറുതെ തോന്നുന്നതാണ്. പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ട്, അതിന് സൊല്യൂഷനും ഉണ്ട്. ഏത് പ്രശ്നത്തിനാണ് പരിഹാരമില്ലാത്ത? പണ്ടൊക്കെ ഞാനിങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പം ഞാൻ ആകെ ടെൻഷൻ അടിച്ച് ഇനി എന്താ ചെയ്യുക. പക്ഷെ ഇപ്പം കുറച്ച് നമ്മളും പ്രായവും പക്വതയാകുമ്പോൾ നമ്മളും ചിന്തിക്കും, എന്ത് പരിഹാരമില്ലാത്ത പ്രശ്നങ്ങൾ ഇല്ല എന്ന് നമ്മളും ചിന്തിക്കും. കടക്കണിപ്പെട്ട് പോയിട്ട് മരിക്കുന്നവരൊക്കെ, അതിനൊക്കെ സൊല്യൂഷനുണ്ട്. നമ്മൾ ഒത്തുപിടിച്ചാൽ ഒരു മനുഷ്യന് ജീവിതം കൊടുക്കാൻ പറ്റില്ലേ? ഒരു കടക്കണിയിൽ പെട്ടുപോയി എന്ന് കരുതി. നമ്മൾ അഭിഷാദ് ഗുരുവായൂർ പറഞ്ഞ, എനിക്കിന്നും ഒരു മോട്ടിവേഷൻ സ്പീച്ച് ഓർമ്മയാവും. ആ മനുഷ്യൻ പറഞ്ഞ എന്താന്ന് എനിക്ക് പോലും ആ മനുഷ്യനോട് അത്ര റെസ്പെക്റ്റ് തോന്നിയിട്ടുണ്ട്. കടം ബാധിച്ചിട്ടാണ് ഞാൻ മരിക്കുന്നത് എന്ന് തീരുമാനിക്കുമ്പം മനസ്സിൽ തോന്നണം, എന്ത് നമ്മൾ ആരെ മുന്നിൽ കൈ നീട്ടിയിട്ടാണെങ്കിലും ആ കടം നമ്മൾ വീട്ടും, ആ കടം കൊടുത്ത് നമ്മൾ വീട്ടിയിട്ട് ജീവിക്കും എന്ന് മനസ്സിനോടങ്ങ് പറയണം. അവിടെ അഭിമാനം എന്നൊന്നുമില്ല. അഭിമാനമൊക്കെ ഉണ്ട് നമുക്ക് സ്വന്തമായിട്ട്. കൈ നീട്ടിയിട്ടാണെങ്കിലും അതിന് ഈ അഭിമാനം എന്തിനാന്ന്? നമ്മളെ മുന്നിലുള്ള ജീവിതങ്ങളെയല്ലേ ഓർക്കേണ്ടത്. എനിക്കന്ന് ആ മനുഷ്യൻ പറഞ്ഞത് ഭയങ്കരമായിട്ടൊരു എനിക്ക് തന്നെ ഒരു പോസിറ്റീവ് എനർജി തരുന്നതായിരുന്നു ആ ടോക്ക്. ഒരു മോട്ടിവേഷൻ സ്പീക്കർ. അത്രത്തോളം നമ്മൾ ഈ ഭൂമിയിൽ തന്നെ നന്മയുള്ള മനുഷ്യരുണ്ട്. അവരെ കൊണ്ടുതന്നെ നമുക്ക് നമ്മൾ പ്രശ്നങ്ങൾ തീർക്കാം. വെറുതെ ആലോചിച്ച് നമ്മളെന്തിനാ അതിന് ഒരു ഇടയിട്ട് കൊടുക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല. ഞാൻ ഈ പോസ്റ്ററിൽ തന്നെ എല്ലാ നമ്പറും ഇട്ടിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിക്കുക. അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും ഇട്ടിട്ടുണ്ട്. ഒരു നിമിഷത്തെ ഇരുട്ടാണ് ഒരു ജീവിതത്തിൻ്റെ അവസാനം ആവേണ്ടത് എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. പെട്ടെന്നൊരു നമ്മളെ ഞെട്ടിക്കുന്നൊരു വാർത്ത കേട്ടാൽ ശരിയാ, മുന്നിൽ ഇരുട്ട് തന്നെയാണ്. പക്ഷെ അതാണ് ജീവിതത്തിൻ്റെ അവസാനം എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. അതേപോലെ ചില വേദനകൾ നമുക്ക് ആരോടും പറയാറില്ല. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് തോന്നും എല്ലാം പെർഫെക്റ്റാണ്. നമ്മൾ ആരോടും അത് പറയില്ല. പക്ഷെ ഒരാളുടെ മനസ്സിൽ എന്താണ് എന്ന് നടക്കുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് ഷെയർ ചെയ്താലേ നമുക്ക് പറയാൻ പറ്റും. പിന്നെയുള്ളത്, ആത്മഹത്യയെക്കുറിച്ച് സംസാരിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇത് സംസാരിക്കാൻ പാടില്ലാത്ത വിഷയമാണ് എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ഇത് സംസാരിക്കാൻ പാടുള്ള വിഷയമാണ്. ഒരാളുടെ വേദന ശ്രദ്ധിക്കാനും സഹായിക്കാനും നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. അതാണ് സൂയിസൈഡ് എന്ന് പറയുന്നത്. അതിനെപ്പറ്റി പറയാതിരിക്കുകയല്ല വേണ്ടത്. അതിനെക്കൊണ്ട് പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ വേദനയും എല്ലാം സഹായിക്കാൻ നമ്മൾ പഠിക്കണം എന്തായാലും. പിന്നെ ഒരാൾക്ക് എന്താണ് സംഭവിക്കുന്നത്? കടുത്ത മാനസിക സമ്മർദ്ദം, ഏകാന്തത, ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ, പരാജയത്തിൻ്റെ ഭയം, പിന്നെ ബുള്ളിങ് തുടങ്ങി ഈ കാര്യങ്ങളെല്ലാം നമ്മളെ തളർത്തുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം തളർത്തി കഴിഞ്ഞാലും നമ്മളൊരിക്കലും തളർന്നു പോകരുത്. ജീവിതം എപ്പോഴും നമ്മൾക്ക് ഒരു പൂമെത്തിയൊന്നുമല്ല ജീവിതം, അല്ലേ? ഒരിക്കലും പൂമത്തിയായി തീരില്ല ജീവിതം എന്ന് പറയുന്നത്. അപ്പം ജീവിതത്തിൽ സുഖങ്ങളുണ്ടാവും, ദുഃഖങ്ങളുണ്ടാവും, എല്ലാം ഉണ്ടാവും.
അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പം അതിനെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കണം. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്? ബുള്ളിങ് ഉണ്ട്. ബുള്ളിങ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പരിഹസിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ അതിനെയൊക്കെ നമ്മൾ ചെവി കൊടുക്കാണ്ട് നിൽക്കുക, ദയവ് ചെയ്തിട്ട്. നമ്മളാണ്, നമ്മളെന്ന വ്യക്തി, ദൈവം നമ്മൾ സൃഷ്ടിച്ചത് നല്ല ഇതിലൂടെയാണ്. എത്രയോ കൈയും കാലും ഒന്നുമില്ലാത്ത ആൾക്കാരെ സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷെ ദൈവം നമുക്കെല്ലാം തന്ന് അനുഗ്രഹിച്ചിട്ടും നമ്മളിങ്ങനെ അതിനൊക്കെ വേദനിച്ചിരിക്കുന്നത് വെറുതെയാണ്. പിന്നെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, അതൊക്കെ അതുണ്ടാക്കുന്ന സാമൂഹ്യ പ്രത്യാഘാതം ഭയങ്കര. നമുക്കൊരു മെൻ്റലി ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അയ്യോ, അത് നമ്മൾ സമൂഹം ഇനിയും നന്നായിട്ടില്ല, ഭ്രാന്ത് എന്ന് വിളിച്ചിട്ട്. പക്ഷെ അതിൽ നിന്നും റിക്കവർ ചെയ്യണം നമ്മൾ. എന്തിന്? നമ്മൾ കൃത്യമായ പിന്തുണ അവർക്ക് കൊടുക്കുക, കൃത്യമായ സമയത്ത് ചികിത്സ കൊടുക്കുക. ഇതൊക്കെ നമ്മൾ എന്താ പറയുക, അന്നേരം നമ്മൾക്കിതൊക്കെ പൂർണ്ണമായിട്ടും തടയാൻ കഴിയും. അതേപോലെ ഞാനൊരു കാര്യം പറഞ്ഞത്, നമ്മൾക്ക് ഒരു കാര്യം ഒരാളോട് പറയാനുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു ആരോടും പറയാനില്ലെങ്കിൽ നമ്മൾക്കൊരു സൈക്കോളജിസ്റ്റിനെ കണ്ട് പറയാം എന്ന്. കാരണം സൈക്കോളജിസ്റ്റിനെ കണ്ട് പറയാൻ ചിലപ്പം നമുക്ക് ചില മെഡിസിൻ, ഒരു ആങ്സൈറ്റി, നമുക്ക് പേടി അല്ലെങ്കിൽ ഒരു ആകാംക്ഷ, അതൊക്കെ വരുമ്പം ചിലപ്പോൾ ചെറിയൊരു ടാബ് മെഡിസിൻ എടുക്കേണ്ടി വരും. അത് നമ്മളെ ശരീരത്തിന് രോഗം വരുന്ന പോലെ തന്നെയാണ് മനസ്സിന്. ശരീരത്തിന് രോഗം വന്നില്ലെങ്കിൽ, ഒരു ക്യാൻസർ വന്നാൽ നമ്മൾ ചികിത്സിക്കുന്നില്ല, അതങ്ങ് പോവും എന്ന് പറഞ്ഞാൽ അത് പോവോ? ഇല്ല. നമ്മൾക്കൊരു പനി വന്നാൽ നമ്മൾ പറയും 2 ദിവസം റെസ്റ്റ് എടുത്ത് അതങ്ങ് പോകും. അത് ശരിയാണ്. ക്യാൻസർ എന്ന് പറഞ്ഞൊരു രോഗം പോവോ? ഇല്ല. ട്രീറ്റ്മെൻറ്റ് തന്നെ എടുക്കണം. അതേപോലെ മനസ്സിനൊരു രോഗം വന്നു കഴിഞ്ഞാൽ ചിലപ്പോഴും മാത്രമാണ്, ചിലപ്പം ഒരു 2 ആഴ്ച എന്ന് പറയുന്ന പോലെ ഒരു മെഡിസിൻ ചിലപ്പോൾ എടുക്കേണ്ടി വരും. അതിനെ ഒരിക്കലും തെറ്റായി കാണരുത്. എൻ്റെ നല്ലതിനാണ് എന്നറിഞ്ഞ് ചെയ്യാം. അത് മറ്റുള്ളവർ അറിയണ്ട. നിങ്ങൾ മാത്രം ചെയ്താൽ മതി, നിങ്ങൾ കുടിച്ചാൽ മതി. നിങ്ങൾ പെർഫെക്റ്റ് ആകല്ലേ വേണ്ടത്, അതുകൊണ്ട് നിങ്ങൾ കുടിച്ചാൽ മതി. ചിലപ്പോൾ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അങ്ങനെയാണ് പറയുക, നിങ്ങളൊന്ന് സൈക്യാട്രിസ്റ്റിനെ കണ്ടിട്ട് ഒരു ടാബ് വാങ്ങി കഴിക്കണം. അതിലൊരു തെറ്റുമില്ല. നമ്മൾ നേർവഴിക്ക് വരുന്നതാണെന്ന് ഉറച്ചങ്ങോട്ട് തീരുമാനിക്കുക. നമ്മളെ കാത്ത് സ്നേഹിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. ഈ നമ്മളെ മാനസികാരോഗ്യ പ്രശ്നങ്ങളിൽ തന്നെ ഏറ്റവും വലുതാണ് വിഷാദ രോഗം, അല്ലേ? ഡിപ്രഷൻ, അതായത് ഉത്കണ്ഠ, മാനസിക സമ്മർദ്ദം, പിന്നെ വ്യക്തിത്വത്തിൽ വൈകല്യങ്ങൾ വരിക. ഇതൊക്കെ വലിയ വലിയ രോഗങ്ങൾ എന്ന് പറയാം. മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പം ഇതൊക്കെ നമ്മളെ കൂടെ ചിലപ്പം വരും, നമ്മളെ പിന്നിലേ വരും. ഡിപ്രഷൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു ഭൂതം എന്നതിന് പറയാം. ഡിപ്രഷൻ അങ്ങനെയാണ്. അതുകൊണ്ട് അതിനൊന്നും ഇടവരുത്താതെ അപ്പം തന്നെ ഒരാളോട് തുറന്ന് പറയാം, വേണ്ടിക്കൽ ഒരു 1-2 ടാബ്ലറ്റ് 2 മാസം കഴിക്കണം എന്ന് പറഞ്ഞാൽ കഴിക്കുക. അല്ലാതെ ഈ ഡിപ്രഷൻ എന്ന വലിയൊരു ഭൂതത്തെയൊന്നും നമ്മളെ മനസ്സിലേക്ക് കൊണ്ടിടാത്ത അവസ്ഥയിലേക്ക് പോവാം. ഞാൻ ഈ സംസാരിക്കുന്നത് എനിക്കൊരു എഡിറ്റിങ്ങോ എനിക്ക് ഒരു ഇതുമില്ലാതെ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്ന. എനിക്കിതിൽ എഡിറ്റിങ്ങോ അല്ലെ സ്റ്റൈലാക്കിയിട്ട് സംസാരിക്കാനൊന്നും എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ അങ്ങ് പറയുന്നു എന്നേ ഉള്ളൂ. പിന്നെ ചിലപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന വിഷമങ്ങൾ, ഒരു സാമ്പത്തികമായിട്ടുള്ള തകർച്ച, പരീക്ഷകളിലെല്ലാം തോക്കുന്നത്, പിന്നെ പ്രിയപ്പെട്ടവരുടെയൊക്കെ വേർപാടുണ്ടല്ലോ, പിന്നെ ഈ പ്രണയ നഷ്ടം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഇതൊക്കെ നമ്മളെ ആഘാതങ്ങളാണ്. ശരിയാ, ഇതൊക്കെ നമുക്ക് താങ്ങാൻ കഴിയില്ല. പിന്നെ ലഹരീൻ്റെ ഉപയോഗമുണ്ട്, മദ്യം, അല്ലാത്ത അറിയാലോ, മയക്കുമരുന്ന്,
ഇതൊക്കെ എന്തുണ്ടാക്കുന്ന മനസ്സിനുണ്ടാക്കുന്ന ഭയങ്കര തകർച്ചകളാണ്. എന്ന് വെച്ചാൽ അതിൽ നിന്ന് അപ്പടോടി ഒളിച്ച് ഒരിക്കലും മരിക്കാൻ പോകരുത്. അതിന് പരിഹാരം ആരോടെങ്കിലും ചോദിക്കാം. നാണം കെടുമല്ലോ ഞാൻ ആരോടെങ്കിലും ചോദിച്ചാൽ എന്ന് വിചാരിക്കരുത്. ഇനി നാണം കെടുമല്ലോ എന്ന് വിചാരിച്ച് ആരോടെങ്കിലും ചോദിക്കണമെന്ന് വെച്ചാൽ അറിയാത്ത ആൾ, അതാണ് ഞാൻ സൈക്കോളജിസ്റ്റ് പറയുന്നത്, അവരോട് ചോദിക്കുക. പോയി മരിക്കുകയല്ല വേണ്ടത്. പിന്നെ ഇതിന് മുന്നറിയിപ്പ് ലക്ഷണങ്ങൾ തരും. എങ്ങനെയാണെന്നറിയോ? ഒരാൾ മാനസികമായിട്ട് വളരെ ഡൗണായി നിൽക്കുന്ന സമയത്ത് നമ്മൾക്ക് തരുന്ന സൂചനകൾ എന്തെല്ലാമെന്നറിയോ? ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ജീവിതം മടുത്തു, ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇതാണ് ആത്മഹത്യ ചെയ്യാൻ തോന്നുന്ന ആൾക്കാരുടെ ആദ്യത്തെ തോട്ട്, മനസ്സിൽ വരുന്ന ചിന്ത. പിന്നെന്താ ചെയ്യുക? ഫ്രണ്ട്സിൽ നിന്നും കുടുംബത്തിൽ നിന്നും പൂർണ്ണമായിട്ട് അങ്ങോട്ട് മാറി നിൽക്കും, ഉൾവലിയും. പിന്നെ ചെയ്യുക, സ്വന്തം സാധനം എല്ലാം മറ്റുള്ളവർക്കെല്ലാം എടുത്തു കൊടുക്കും, ഞാൻ പോവുകയാണല്ലോ എന്നും പറഞ്ഞിട്ട്. പിന്നെ ഉണ്ടാവുകയെന്ന് വെച്ചാൽ ഈ ഉറക്കത്തിലും ഭക്ഷണ രീതിയിലൊക്കെ മാറ്റം വരും. ഉറക്കത്തിൽ മാറ്റം വരിക എന്ന് പറഞ്ഞാൽ ഉറക്കമുണ്ടാവില്ല. ഭക്ഷണ രീതിയിൽ മാറ്റം വരിക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് ഭക്ഷണം കഴിക്കും, ചിലപ്പം തീരെ ഭക്ഷണം കഴിക്കില്ല. ഇതൊക്കെയാണ് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാൻ റെഡിയാകുന്നതെന്നുള്ളതിൻ്റെ സൂചനകൾ. അത് മനസ്സിലാക്കി വെക്കുക. അത് തടയാനുള്ളതാണ് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരോട് തുറന്ന് പറയാം. അവരെ പോലെ തന്നെ അവർക്കുണ്ടാവും വിഷമങ്ങളും കാര്യങ്ങളും, എന്നിട്ടും അവർ ജീവിക്കുന്നില്ല. അതുപോലെ വിഷമങ്ങളും കാര്യങ്ങളും ഉള്ളവരോട് തുറന്ന് പറയാം. അപ്പം ഏറ്റവും ഒരാളെ സഹായിച്ചാൽ അതിനെ തമാശയായി കാണരുത്. നമ്മൾക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു സുഹൃത്ത് പെട്ടെന്ന് മാറി നിൽക്കുകയോ പെട്ടെന്ന് നിരാശനായോ എന്ന് തോന്നുകയും ചെയ്താൽ എന്തു പറ്റി എന്ന് ചോദിക്കണം. പെട്ടെന്നൊരു ഫ്രണ്ടിൻ്റെ മാറ്റം നമ്മൾ അവരിൽ കണ്ടാൽ എന്തു പറ്റി എന്ന് ചോദിക്കണം. ഒരാൾ സഹായം ചോദിച്ചാൽ ഒരിക്കലും തമാശയായി കാണരുത്. വിശ്വസിക്കുന്ന ഒരു മുതിർന്ന വ്യക്തിയെയോ അല്ലെ അധ്യാപകനെയോ അല്ലെ കൗൺസിലറെയോ സമീപിക്കാൻ ഒരിക്കലും മടിക്കരുത്. എപ്പോഴും ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ ഫ്രണ്ട് എല്ലാത്തിനും ഒഴിഞ്ഞു വെക്കുന്ന കാണുമ്പം, അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുന്നതെന്ന് കാണുമ്പം ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഒരാൾ സഹായം ചോദിച്ചാൽ കളിയാക്കരുത്. പിന്നെ ചിലപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ വരുന്ന വലിയ മാറ്റം കൊണ്ടുവരാൻ വലിയ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഇപ്പം വലിയ വലിയ കാര്യങ്ങളായിരിക്കും അവർക്ക്, പക്ഷെ നമ്മളൊരാളത് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് വെറും ചെറിയ കാര്യങ്ങളേ ഉണ്ടാവും. പക്ഷെ അതിനെ ആലോചിച്ചിട്ടാണ് നമ്മൾ പേടിക്കുന്നത്. ചിലപ്പം നമ്മൾ ചോദിക്കില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് നമ്മൾ ഫോൺ ചെയ്തിട്ട് അല്ലെങ്കിൽ നേരിട്ടിട്ട് ഒക്കെ ചോദിക്കും. എങ്ങനെ മുഖത്ത് എന്തെങ്കിലും ഒരു സങ്കടം കണ്ടാൽ ആ ചോദ്യം മതി അവർക്ക് എല്ലാ ഇതിൽ നിന്നും കരകയറാൻ. പിന്നെ ഒപ്പം ഇരുന്നിട്ട് സംസാരിക്കുക, അങ്ങനെയൊക്കെ ഇതാക്കിയാലേ അതൊരു വലിയ കാര്യമാണ്. ഒപ്പം ഇരുന്ന് സംസാരിക്കുന്നതൊക്കെ അങ്ങനെ നോക്കുമ്പം നമ്മൾക്കൊരാളുടെ എല്ലാം മാറ്റാൻ കഴിയില്ലെങ്കിലും അവർ മരണത്തിലേക്ക് പോവാനുള്ള എന്തെങ്കിലും സാധ്യത ഇല്ലാണ്ടാക്കാൻ പറ്റും. ഈ ഏകാന്തതയൊക്കെ ഉണ്ട് നമുക്കെപ്പോഴും, ചിലപ്പോൾ ആരുമില്ല എനിക്ക് എന്നൊന്ന് തോന്നൽ, അതൊന്നും വേണ്ട. ബുക്സൊക്കെ വായിച്ചിരിക്കുക, ഇതോ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അല്ലേ, അതൊക്കെ ചെയ്യുക.
പിന്നെ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ, അത് സ്വാഭാവിക. ഈ ഭൂമിയിൽ ഒരു ബന്ധവും പെർഫെക്റ്റ് അല്ല. ഒരു ബന്ധവും ഓരോ വീട്ടിൽ കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു ബന്ധവും പെർഫെക്റ്റ് അല്ല. എല്ലാം ഏച്ചു കെട്ടിപ്പോന്ന് എന്നേ ഉള്ളൂ. പിന്നെ ഞാൻ തോറ്റു പോകുമെന്നുള്ള ഭയം, അതൊക്കെ ഒരിക്കലും പാടില്ല ജീവിതത്തിൽ. നമുക്ക് തോറ്റോട്ടെ, ജയം ആടെ ജയിക്കാൻ കാത്തിക്കുന്നുണ്ട് നമ്മൾ. ആ തോൽവി ജയത്തിൻ്റെ മുന്നോടിയാണ്. തോൽവി ജയം ഇങ്ങനെയൊക്കെയാണ് ജീവിതം. പിന്നെ ബുള്ളിങ്ങൊന്നും ഒരിക്കലും കാര്യമാക്കണ്ട. ഈ ഈ ഒരു കാര്യങ്ങളാണ് നമ്മളെപ്പോഴും ഒരു സൂയിസൈഡ് ചിന്താഗതിയിലേക്ക് കൊണ്ടുപോകുന്നത്. എന്താണെന്നറിയാമോ? ഞാൻ ഒന്നുകൂടി പറയാം. ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ, സമ്മർദ്ദം, പിന്നെ ഈ ഏകാന്തത, പിന്നെ ഈ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പം ഇപ്പോൾ സിബ്ലിങ്സ് തമ്മിലുള്ള പ്രശ്നങ്ങളാവാം, അച്ഛനും അമ്മയോടായിട്ടുള്ളതായിരിക്കാം. അതൊക്കെ നമ്മൾക്ക് എല്ലാവർക്കും എല്ലാം പെർഫെക്റ്റ് ആക്കാനൊന്നും കഴിയില്ല. പിന്നെ പരാജയത്തിൻ്റെ ഭയം, ബുള്ളിങ്, ഇതൊക്കെയാണ് ശരിക്കൊരാളെ തളർത്തുന്നത്. അപ്പോൾ ഇതൊന്നും തളർത്താണ്ട് മുന്നോട്ട് പോകാനൊന്ന് ശീലിക്കുക. എൻ്റെ ഈ ഒരു ഈ ഒരു പോസ്റ്റ് ഞാൻ ഇത്ര പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊന്നും നോക്കാതെ അല്ലെങ്കിൽ എൻ്റെ ഭാഷയിൽ അച്ചടി ഭാഷയൊന്നും കൊണ്ടുവന്നിട്ടല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ പറഞ്ഞതാണ്. ഒന്ന് കേട്ട് നോക്കാൻ മനസ്സുണ്ടെങ്കിൽ ഒന്ന് കേട്ട് നോക്കുക. ഓക്കെ.